UDFിന്റെ നിയമസഭാ കക്ഷി യോഗം ഇന്ന് ചേരും. മന്ത്രിമാർ ആരൊക്കെയാണെന്ന ചർച്ചകളൊക്കെ തുടരുകയാണ്. അമൽ തേനപ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഇപ്പോൾ ഘടകകക്ഷികളുടെ പ്രതികരണങ്ങളൊക്കെ, ഷിബു വിജോന്റെ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടു, PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണമൊക്കെ കണ്ടു. ചർച്ചകൾ വളരെ സജീവമായി നടക്കുന്നു. എന്തായാലും വലിയ തർക്കങ്ങളോ അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറികളൊന്നും ഇല്ലാതെ ഒരു ലിസ്റ്റ് എത്തും. അത് ടീം BDയുടെ ഏറ്റവും കരുത്തുറ്റ പോരാളികളായിരിക്കുമെന്നും നമുക്ക് ഉറപ്പിക്കാം. എങ്കിലും എങ്ങനെയാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്? കണ്ടോൺമെന്റ് ഹൗസിൽ വെച്ചാണ് ഈ UDFിന്റെ നിയമസഭാ കക്ഷി യോഗം നടക്കുന്നത്. നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാനായി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. ലീഗിന്റെ നേതാക്കളടക്കം, അതോടൊപ്പം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതാക്കളടക്കം. പി ജോസഫിനെ രാവിലെ പോയി അവിടെ കണ്ടിരുന്നു. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം എത്തിയിട്ടുണ്ട്. ഈ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് അല്പസമയത്തിനകം തന്നെ ഈ നേതാക്കളെല്ലാം വരും. അതിനുശേഷമായിരിക്കും യോഗം ആരംഭിക്കുക. യോഗത്തിൽ പ്രധാനമായും നടക്കേണ്ട ചർച്ച എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണം എത്ര, ലീഗിന്റെ സീറ്റുകളുടെ എണ്ണം എത്ര എന്നുള്ളതാണ്. നിലവിൽ ലീഗിന് 5 സീറ്റ് കൊടുക്കാനുള്ള ഒരു ധാരണ ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതിലൊരു അന്തിമ തീരുമാനം വേണം. വകുപ്പുകളുടെ കാര്യത്തിൽ ചില ധാരണകളൊക്കെ ഉണ്ടാകാനുണ്ട്. ഈ വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുന്നു. ആ കാര്യത്തിൽ വിശദമായി തന്നെ ചർച്ച വേണ്ടിവരും. അപ്പോൾ ആ വകുപ്പുകളുടെ വിഭജനം സംബന്ധിച്ച കാര്യത്തിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്തുണ്ടായിരുന്നതുപോലെ ആണോ ഇത്തവണത്തെ വകുപ്പ് വിഭജനം എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങൾ നിലനിൽക്കുകയാണ്. അതിൽ ചില മാറ്റം ഉണ്ടാകും എന്നുള്ള സൂചനകൾ വരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ ആവശ്യം അംഗീകരിക്കപ്പെടുമോ എന്നുള്ളതാണ്. അവർ മത്സരിച്ച 8 സീറ്റുകളിൽ 7 സീറ്റുകളിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് 2 മന്ത്രിസ്ഥാനമാണ്. ആ 2 മന്ത്രിസ്ഥാനം എന്നുള്ളത് അംഗീകരിക്കപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ചീഫ് വിപ്പ് സ്ഥാനം കൂടി നൽകി കേരള കോൺഗ്രസിൻ്റെ ആവശ്യം പരിഹരിച്ചേക്കും എന്നുള്ളതാണ് ഒരു നിലവിലെ കോൺഗ്രസ് കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് എത്തുകയാണ്. അതോടൊപ്പം മറ്റ് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ, ഒരുപാട് ആളുകൾ ഈ കണ്ടോൺമെൻറ് ഹൗസിനകത്ത് ഉണ്ട്. ഇനിയിപ്പോൾ ഈ UDFിൻ്റെ കക്ഷി യോഗത്തിലേക്ക് വന്നാൽ, നിയമസഭാ കക്ഷി യോഗത്തിലേക്ക് വന്നാൽ പിന്നീടുള്ള പ്രധാനപ്പെട്ട ചോദ്യം CP ജോൺ, അതോടൊപ്പം തന്നെ മാണി സി കാപ്പൻ എന്ന് പറയുന്നത് നിയുക്ത മന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ് പാലായിൽ പലയിടങ്ങളിലും ഫ്ലെക്സുകൾ വരെ ഉയർന്നു കഴിഞ്ഞു. ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തിയുള്ള മികച്ച ഒരു വിജയം നേടിയാണ് മാണി സി കാപ്പൻ വരുന്നത്. അതും ആദ്യത്തെ തവണയല്ല, 2 ടേമായി ഇപ്പോൾ അവിടെ നിന്നും വിജയിച്ചു വരുന്നു. അപ്പോൾ മാണി സി കാപ്പനെ മന്ത്രിയാക്കണം എന്നൊരാവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അത് പരിഗണിക്കപ്പെടുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. പക്ഷേ CP ജോണിൻ്റെ കാര്യത്തിൽ UDFിന്, പ്രത്യേകിച്ചും VD സതീശന് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. CP ജോൺ മന്ത്രിയായി എത്തും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ CP ജോൺ മന്ത്രിയായി എത്തുമ്പോൾ ഈ 5 വർഷവും മന്ത്രി എന്നുള്ള നിലയ്ക്കാണോ, അതോ നേരത്തെ ബെന്നി ബെഹനാൻ കടന്നു പോയപ്പോൾ ഓർത്ത ഒരു കാര്യമാണ്, ബെന്നി ബെഹനാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇപ്പോഴല്ല, ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന സമയത്ത് ഇടതുപക്ഷം കാണിച്ച ഒരു മാതൃകയുണ്ട്, അതൊക്കെ പരീക്ഷിക്കാവുന്നതാണ് എന്ന് പറഞ്ഞിരുന്നു. അത് ടേം വ്യവസ്ഥയുടെ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ CP ജോണും അതോടൊപ്പം ഈ മാണി സി കാപ്പനുമായി ഒരു ടേം വ്യവസ്ഥ നിശ്ചയിക്കപ്പെടുമോ എന്നുള്ള കാര്യം ഇങ്ങനെ നിലനിൽക്കുകയാണ്. മാത്രമല്ല ഇവർക്ക് ഏത് വകുപ്പ് നൽകും എന്നുള്ള കാര്യത്തിൽ കൂടി തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും സർക്കാരിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ധനവകുപ്പ് നേരിടുന്ന വലിയ പ്രതിസന്ധിയുണ്ട്. മാത്രമല്ല ഈ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിരിക്കുന്ന 5 ഗ്യാരണ്ടികളുണ്ട്. ഈ ഗ്യാരണ്ടിയൊക്കെ നടപ്പാക്കണമെങ്കിൽ ചില്ലറ പണിയൊന്നും പോരാ. ഈ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര അടക്കമുള്ള സാമ്പത്തിക ബാധ്യത ഒരുപാടുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെല്ലാം ഉള്ളപ്പോൾ ഈ വകുപ്പുകളുടെ ചുമതല ആരെയൊക്കെ ഏൽപ്പിക്കും എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിൽക്കുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ പഴികേട്ട ആരോഗ്യവകുപ്പ് ആരെ ഏൽപ്പിക്കും എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകേണ്ടതുണ്ട്. ഈ വിഭജനം സംബന്ധിച്ച കാര്യത്തിൽ ഇന്നൊരു അന്തിമ ധാരണയുണ്ടാകും. ലീഗിന് 4 or 5, അത് 5 എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിൻ്റെ കാര്യത്തിൽ എത്ര എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ ആണ് നടക്കാൻ പോകുന്നത്. വലിയ മിന്നും വിജയമാണ് നേടിയത്. 102 സീറ്റിൻ്റെ മിന്നും വിജയം തേടി. അപ്പോൾ എല്ലാവർക്കും അവകാശവാദം ഉന്നയിക്കാൻ കഴിയും. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ ഒരു ബാർഗൈനിങ് പവർ വർദ്ധിപ്പിക്കുന്നത് ഈ 63 സീറ്റ് എന്ന് പറയുന്ന, ആകെയുള്ള 102-ൽ 63 സീറ്റ് ഉണ്ട് എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഈ മറ്റ് ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിനും അപ്പുറത്തേക്ക് കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിനും ചില അവകാശവാദങ്ങൾ ഈ പറയുന്ന ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അടക്കമുള്ള വിഷയങ്ങളിൽ തങ്ങൾക്കത് ഏറ്റെടുക്കണം എന്നൊരു ആഗ്രഹമൊക്കെ പ്രകടിപ്പിക്കാനുള്ള, ആവശ്യം ഉന്നയിക്കാൻ പരുവത്തിനുള്ള സീറ്റെണ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ എന്താകും നടക്കുന്നത് എന്നറിയാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ശരി അമൽ, എന്തായാലും ചർച്ചകൾ നടക്കട്ടെ.